വെൽക്കം ടു യശോധ എജു പ്ലാറ്റ്ഫോം. കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ. ഇന്ന് നമ്മൾ ഡേ 5ൻ്റെ ടൈം ടേബിളാണ്. ഫിസിക്സിലെ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ നോക്കാം. +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ 3rd ചാപ്റ്ററാണ്. ഇപ്പോൾ ഒന്നാമത്തെ റെക്റ്റിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ ഓഫ് ഓബ്ജക്ട്സ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ, ഒബ്ജക്റ്റുകളുടെ മോഷനെ പറയുന്ന പേരാണ് റെക്റ്റിലീനിയർ മോഷൻ. പിന്നെ കൈനമാറ്റിക്സിൽ പറയുമ്പോൾ വി സ്റ്റഡി വേസ് ടു ഡിസ്ക്രൈബ് മോഷൻ വിതൗട്ട് ഗോയിങ് ഇൻ ടു ദ കോസസ് ഓഫ് മോഷൻ. എന്താണ് ജസ്റ്റ് ചലനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ്. അതിൽ നമ്മൾ ആ മോഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല, ജസ്റ്റ് മോഷനെ പറ്റി മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കൈനമാറ്റിക്സ്. ഇനി ഇതിൽ വരുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് പോയിന്റ് എന്നൊക്കെ പറയും. അതായത് നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് മോഷനിലാണ്, മൂവ്മെൻറ്റിലാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് അല്ലേ. അപ്പോൾ ഒരു ടൈമിനനുസരിച്ച് ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓബ്ജക്റ്റ് ഈസ് അണ്ടർ മോഷൻ അല്ലേ. ഇനി ടൈമിനനുസരിച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഇല്ല എങ്കിൽ നമ്മൾ പറയും ഓബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയും അല്ലേ. സോ നമ്മൾ ഒരു ഓബ്ജക്റ്റിൻ്റെ മോഷനെ പറ്റി പഠിക്കുന്നത് ഒരു എന്താണ് സർട്ടൻ കോർഡിനേറ്റ്സ് എടുക്കും നമ്മൾ. അതിൻ്റെ ബേസിലാണ് നമ്മൾ മോഷൻ നടന്നോ ഇല്ലയോ എന്ന് പറയുന്നത്. സോ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റൻസ്, പാത്ത് ലെങ്തും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസിനെയാണ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഉള്ള അയാളുടെ മൂവ്മെൻ്റ് ആണ് നോക്കുന്നത്. സോ അയാൾ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തതിന് ശേഷം ഇവിടെ ബി വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കവർ ചെയ്ത മൊത്തവും മൊത്തവും ആ ഒരു പാത്ത് ലെങ്ത് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷനും അതുപോലെ ഈ ലാസ്റ്റ് ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഒരു ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. എന്നിട്ട് ഇതിലിനി 2 പോയിന്റ് കൂടെ നോക്കാനുള്ളത്, ഈ ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസ് ഇല്ലേ അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ഒക്കെ ഇല്ലേ, അതെന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം അതിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇദ്ദേഹത്തിന് എന്തൊക്കെയുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ റെക്റ്റിലീനിയർ മോഷനൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചില പോയിൻറ്റ്സ് ആണ്, ഓർത്ത് വയ്ക്കുക. എക്സാമിന് അല്പം ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണിത്. കാരണം ഈ പോയിൻറ്റ്സ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് അതിൽ നിന്ന് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും ശരിയായിട്ടുള്ളത് എടുക്കാനും ഒക്കെ വരാറുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഓബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന ആ ഒരു വാല്യൂ ഇല്ലേ, അതെന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി പാത്ത് ലെങ്ത്. അത് ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത പാത്ത് ലെങ്തിന് ഈക്വൽ അല്ലാണ്ടും ആവാം എന്നുള്ളത് മനസ്സിലായോ. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പാത്ത് ലെങ്തിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈക്വൽ അല്ലാണ്ടും ആവാം. ഫോർ എക്സാമ്പിൾ സി എ ടു ബി, ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഇയാൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എ മുതൽ ബി വരെയുള്ള ദൂരം. അതുപോലെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും ഇനീഷ്യൽ ടു ഫൈനൽ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നതും ഈ സെയിം ദൂരം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായി? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിന് ഈക്വൽ ആയി അല്ലേ. ഇനി വേറൊരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്, ഈ എയിൽ നിന്ന് ഇയാൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കുറേ ദൂരം പോയിട്ടാണ് ബിയിൽ വന്നത്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും സഞ്ചരിച്ച ഇത്രയും ദൂരമാണല്ലേ. പക്ഷേ അത് ചിലപ്പോൾ എത്രയായിരിക്കും? ഒരു 20 കിലോമീറ്റർ ആയിരിക്കാം സഞ്ചരിച്ചത്. എന്നാൽ ഇയാളുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 5 കിലോമീറ്റേഴ്സ് എങ്ങാനേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയില്ലല്ലോ. അതാണ് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഓബ്ജക്റ്റ് ആണ് എന്തോന്ന്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ എ കോഴ്സ് ഓഫ് മോഷൻ മേ ബി 0 ബട്ട് ദ കറസ്പോണ്ടിങ് പാത്ത് ലെങ്ത് ഈസ് നോട്ട് 0. നമ്മളിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ വില എന്തായിട്ട്
വരാം? 0 ആയിട്ട് വരാം. പക്ഷെ ഒരിക്കലും പാത്ത് ലെങ്ത് 0 ആയിട്ട് വരത്തില്ല. അതിപ്പോൾ ഒരു സർക്കുലർ മോഷൻ ഇങ്ങനെ ഒരു സർക്കുലർ ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോവുകയാണ്. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് തിരിച്ച് ഈ ഒരു എയിൽ തന്നെ വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ദൂരത്തിൻ്റെ അത്രയും നമ്മൾ അളക്കുമ്പോൾ ചിലപ്പോൾ അതൊരു 100 കിലോമീറ്റർ ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടല്ലേ, പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ്റെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവാം, പക്ഷേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ഒരിക്കലും 0 ആവത്തില്ല. പിന്നെ യൂണിഫോം മോഷൻ്റെ ഒരു ടേം കൂടെ പഠിക്കാനുണ്ട്. If an object moving along the straight line covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line. ഓക്കെ, അപ്പോൾ ഒരു ഓബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അയാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് പറയാം ആ ഓബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുന്നത് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്പീഡ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് എന്തോന്നാണ്? ഡിസ്റ്റൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദി ടൈം ഇൻ്റർവെൽസ്. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി നോക്കി വയ്ക്കുക. ആവറേജ് വെലോസിറ്റി V ബാർ ഇട്ടിരിക്കുകയാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം ഇൻ്റർവെൽസ് ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. അതായത് T2 മൈനസ് T1, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ടൈം. സോ നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? ആവറേജ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദി ടൈം ഇൻ്റർവെൽസ്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് average velocity can be positive or negative depending upon the sign of the displacement. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കാം? പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. ഇറ്റ് ഈസ് 0 ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഇവിടെ 0 ആയിട്ട് മാറുമല്ലേ. സോ 0 ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ അത് 0. അപ്പോൾ ആവറേജ് വെലോസിറ്റി പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം, പക്ഷേ എന്താവത്തില്ല? 0 പക്ഷേ ഇത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ ഇയാൾ 0 ആകും. ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ദ മോഷൻ ഹാസ് ടേക്സ് പ്ലേസ്. മറ്റടുത്തായിരുന്നെങ്കിലോ ആവറേജ് വെലോസിറ്റിയിൽ പറഞ്ഞത് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ ആയിരുന്നു. ആവറേജ് സ്പീഡിൽ പറയുന്നത് എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത്, എത്ര പാത്ത് ലെങ്ത് ആണ് അവർ ട്രാവൽ ചെയ്തത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ. ഓക്കെ, ഇത്രയും നോക്കി വയ്ക്കാം. ഇനി ആവറേജ് സ്പീഡ് ഹാസ് ഒബ്വിയസ്ലി ദ സെയിം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടെൽ അസ് ഇൻ വാട്ട് ഡയറക്ഷൻ ആൻ ഓബ്ജക്റ്റ് ഈസ് മൂവിങ്. ഓക്കെ, ആവറേജ് സ്പീഡിൽ അവർ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്നും പറയത്തില്ല. ആവറേജ് വെലോസിറ്റിയിലാണെങ്കിൽ ഡയറക്ഷൻ കൂടി പറയുന്നുണ്ട്. ദസ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പിന്നെ അപ്പോൾ ഇവരുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇഫ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ പാത്ത് ലെങ്ത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പീഡ് ഈസ് ഇൻ ജനറൽ ഗ്രേറ്റർ ദാൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി. സ്പീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ വെലോസിറ്റിനേക്കാളും കൂടുതൽ വരാം എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, നമ്മളൊരു എക്സാക്റ്റ് ഒരു ടൈം, ആ ടൈമിൽ, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലെ വെലോസിറ്റി. ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലിമിറ്റ് ഓഫ് ദി ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ബിക്കംസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ. ഇൻ അതർ വേർഡ്സ് എന്താണ്? വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പം ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം.
ഓക്കെ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സിലറേഷൻ. ഇനി ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എനി മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ദാറ്റ് ദ ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓവർ എ ഗിവൺ ടൈം ഇൻ്റർവൽ. ഇതൊരു MCQ ആയിട്ട് വരാം. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, വെലോസിറ്റി എക്സ് ആക്സിസിൽ വെലോസിറ്റി, വൈ ആക്സിസിൽ ടൈം, ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയ ഉണ്ടല്ലോ, ഏരിയ അണ്ടർ ദി കർവ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓവർ എ ഗിവൺ ടൈം ഇൻ്റർവൽ. അവിടെ നിന്ന് കിട്ടുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആണ്. ഇനി അടുത്ത പോയിന്റ്, ഇനി നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻസിലോട്ട് പോവാം. കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻസ്. സോ 3 ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിലൊക്കെ ഇപ്പോൾ ഡെറിവേഷൻസ് വഴിയാണ് പോയിരിക്കുന്നത്, നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഈ ഇക്വേഷൻസ് നോക്കുക. ദസ് വി ഹാവ് ഒബ്റ്റൈൻഡ് 3 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. കൈനമാറ്റിക് ഇക്വേഷൻസ് 3 എണ്ണമാണ്. ഒന്ന്, വി ഈസ് ഈക്വൽ ടു V0 പ്ലസ് AT എന്ന് കൊടുത്തിട്ടില്ലേ. ഇതിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും V0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ U പ്ലസ് AT എന്ന് എഴുതാമല്ലോ. വി ഈസ് ഈക്വൽ ടു U പ്ലസ് AT. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, T ടൈം. അടുത്തത് എക്സ് ഈക്വൽ ടു V0 T പ്ലസ് ഹാഫ് AT സ്ക്വയർ. അതായത് നമുക്കിവിടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പഠിക്കാം. അതുപോലെ മൂന്നാമത്തെ കൈൻഡിക് ഇക്വേഷനാണ് വി സ്ക്വയർ ഈക്വൽ ടു U0 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു V0 സ്ക്വയർ പ്ലസ് 2AX എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ടേമിലോട്ട് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഇത്രയും കിട്ടിയോ? ഇതാണ് 3 കൈനമാറ്റിക് ഇക്വേഷൻസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേയധികം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ ഓരോ ഇക്വേഷൻസായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തേത് V is equal to U plus AT, രണ്ടാമത്തേത് S equal to UT plus half AT സ്ക്വയർ. ഇവിടുത്തെ S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദെൻ മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷനാണ് V സ്ക്വയർ is equal to U സ്ക്വയർ പ്ലസ് 2AS. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് പല കണ്ടീഷൻസിൽ വരുന്ന ഗ്രാഫുകൾ നോക്കി വയ്ക്കുക. ഇതിപ്പോൾ എയും ബിയും കാണിച്ചിരിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ പൊസിഷനും പിന്നെ വൈ ആക്സിസിൽ ടൈമും ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേന്ന് പറയുമ്പോഴത്തേക്കും ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഓബ്ജക്റ്റ് സ്റ്റേഷനറി ആണ്. ഓക്കെ, സ്റ്റേഷനറി ഓബ്ജക്റ്റ് ആണ്. കോൺസ്റ്റൻറ്റ് പൊസിഷൻ, അവിടെ മോഷൻ ഇല്ല. അതിപ്പോൾ എന്ത് കിട്ടിയ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ഇനി ഇത് യൂണിഫോം മോഷനിലാണെങ്കിലാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് കൃത്യമായ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുകയാണ്. സോ യൂണിഫോം മോഷനിൽ ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് മൂവിങ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി, ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി. അടുത്ത രണ്ടാമത്തേത് കണ്ടോ, താഴോട്ടാണ് ഗ്രാഫ് വരുന്നത്. ദാറ്റ് ഈസ് മൂവിങ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി നെഗറ്റീവ്. ഇനി ഈ മൂന്നാമത്തെ പിക്ചറിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ്, ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണ്, മൂവ്മെൻറ്റ് ഇല്ലാത്ത ടൈമിലാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ മോഷൻ വിത്ത് എ പോസിറ്റീവ് ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്, ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ. ഇനി ഇതിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ കർവ് നേരെ ഡൗൺ കർവ് ആയിരിക്കും. പിന്നെ ഇത് പറയുന്നത് സീറോ ആക്സിലറേഷൻ. ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് സീറോ ആക്സിലറേഷൻ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞു. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഫോർ മോഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ മോഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനാണ് ഈ ABCD 4 ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ ഒരു ഫിഗർ പറയുന്നത്
മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സലറേഷൻ. പോസിറ്റീവ് ഡയറക്ഷനിലോട്ടുള്ള മോഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആക്സലറേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇത്. അടുത്ത രണ്ടാമത്തെ നേരെ താഴോട്ടാണ് അല്ലേ വരുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് റിലേഷൻ. ഓക്കെ, നെഗറ്റീവ് ആക്സലറേഷൻ. ഇവിടെ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിലും മോഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിലും ആക്സലറേഷൻ എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അടുത്തത് സി. സി എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൻ്റെ താഴോട്ട് നെഗറ്റീവിലോട്ട് കാണിച്ചിരിക്കുകയാണ് അല്ലേ. സോ മോഷൻ ഈസ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. ഇവിടെ മോഷനും നെഗറ്റീവ് ഡയറക്ഷനാണ്, ആക്സലറേഷനും എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. പിന്നെ ഇത് ഡീപ്പ് പിക്ചർ ഡിയിൽ കാണിച്ചിരിക്കുന്നത് മോഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ വിത്ത് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് എ ടൈം t1. Between 0 to t1 it moves in positive x direction and between t1 and t2 moves in the opposite direction. ഓക്കെ, ഇവിടെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവും കൂടെ ചേർത്തിട്ടുള്ള കമ്പൈൻ ചെയ്ത പിക്ചറാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഏരിയ അണ്ടർ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം കർവ് ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഓവർ എ ഗിവൺ ടൈം ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ ഏരിയയിൽ കിട്ടുന്നത്. പിന്നെ ഏകദേശം ഇത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് കൈനമാറ്റിക് ഇക്വേഷൻസ്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്? ടേംസുകളും പിന്നെ കൈനമാറ്റിക് ഇക്വേഷൻസും ഈ ഗ്രാഫുകളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. താങ്ക് യു.